കാര്യം ഈ ടേസ്റ്റിന് ഞാൻ കോംപ്രമൈസ് ചെയ്യാത്ത എന്നാന്ന് വെച്ചാൽ ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് ഈവൻ ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ ഒരു ഫുഡിൻ്റെ കാര്യത്തിലോ ഒക്കെ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. അദ്ദേഹം 12 വയസ്സിലാണ് സിനിമ ഫീൽഡിലേക്ക് വന്നത്. അദ്ദേഹത്തിനെയും ഈ പറഞ്ഞ എന്നെയും സിനിമ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത് മേനോൻ അങ്കിളാണ്. അതുകൊണ്ട് എന്താ പറയുക, ഒരേ സ്കൂളിംഗ് ആണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നടൻ ബൈജു ആണ് വരാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ കണ്ണൻ താമരക്കുളം എന്ന് പറഞ്ഞ ഡയറക്ടറും കൂടെ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പുതിയൊരു ഫിലിം പട്ടാഭിരാമൻ എന്നാണ് ആ ഫിലിമിൻ്റെ പേര്. അതിൻ്റെ വിശേഷങ്ങളും അതിനകത്ത് ഫുഡിനെ സംബന്ധിച്ച് ഒരുപാട് എന്താ പറയുക സോഷ്യൽ അവയർനെസ് ഉള്ള കുറേ മെസ്സേജസ് തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും എന്തുകൊണ്ട് ഒരു ഫുഡിനെ ബേസ് ചെയ്ത ഒരു ഫിലിം എടുത്തു എന്നൊക്കെ തന്നെ എനിക്ക് തന്നെ ഒരുപാട് സംശയമുണ്ട്. ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഗസ്റ്റിനെ ആനീസ് കിച്ചണിലേക്ക് വിളിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആനീസ് കിച്ചണിലേക്ക് അവരെ ക്ഷണിക്കാം. ബൈജു ഏട്ടാ, നമസ്തേ. നമസ്തേ. ബൈജുവേട്ടനെ ആദ്യം വിളിച്ചതെന്നറിയാം, തിരുവനന്തപുരത്തുകാർക്ക് ബൈജുവേട്ടനെ ഒരു പരിചയക്കുറവുമില്ല അല്ലേ? എല്ലാവർക്കും ഉണ്ട്. ഞാൻ തിരുവനന്തപുരത്തെ കാര്യം ആദ്യം പറഞ്ഞേ, ചുമ്മാ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നേക്കുവാന്നേ. ഈ പറഞ്ഞ പോലെ 12 വയസ്സ് സിനിമ ഫീൽഡിൽ വന്ന ബൈജുവേട്ടനോട് ഇനി ഏത് മലയാളിയെ പരിചയപ്പെടുത്തണ്ട ഞാൻ? ആ ഒരു ഫ്രീഡം എല്ലാ മലയാളികൾക്കും ഇല്ലേ? ബൈജുവേട്ടൻ ഇവിടെ ഇല്ലേ? എല്ലാ മലയാളികൾക്കും ഇല്ലേ? അത് ഞാൻ പ്രത്യേകിച്ച് പറയണോ? വേണ്ടല്ലോ, എന്നാ നമുക്ക് ഇരിക്കാം. ബൈജുവേട്ടാ, ആദ്യം എൻ്റെ ഒരു സംശയം തീർത്തേരും. ശരിക്കും എല്ലാവർക്കും, നമുക്ക് എല്ലാ നാട്ടുകാർക്കും എല്ലാ മലയാളികൾക്കും ബൈജു എന്നുള്ള പേരറിയാമേ. ആക്ച്വലി ബൈജു സന്തോഷാണോ, സന്തോഷ് ബൈജു ആണോ, ബൈജു കുമാറാണോ, സന്തോഷ് കുമാർ, എന്താ സംഭവം? എങ്ങനെ വേണേലും വിളിക്കാം. പക്ഷെ എന്നാലും ഒന്ന് പറഞ്ഞു, ഒഫീഷ്യലായിട്ട് എന്നാ പേരാന്ന് പറയാം. ബൈജു വീട്ടിൽ വിളിക്കുന്ന പേര്, സന്തോഷ് കുമാർ ഗുഡ് നെയിമാണ്. അപ്പോൾ ഈ ബൈജുവിൻ്റെ കൂടെ ഈ സന്തോഷം കൂടെ അങ്ങ് ചേർത്തു, അത്രേ ഉള്ളൂ. ഇപ്പോൾ ബൈജു സന്തോഷം. അതെ. അപ്പൊ ഞങ്ങൾ ബൈജു ന്യൂമറോളജിക്കലി അതാണ് ശരിയെന്ന്. അത് ശരിക്കും ബൈജുവേട്ട വിശ്വസിക്കുന്നുണ്ട്? അതിൽ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ, വേറെ ഒന്നിലും വിശ്വാസം. ബാക്കി എല്ലാ വിശ്വാസവും പോയോ? എല്ലാം പോയി. അയ്യോ, പിന്നെ ഈ 12 വയസ്സിൽ ഈ പറഞ്ഞ പോലെ സിനിമ ഫീൽഡിലേക്ക് വന്ന് ബൈജുവേട്ട ഒരു ലോങ് ജേർണിയാണ് ബൈജുവേട്ടൻ്റെ ലൈഫിൽ. 38 ഇയേഴ്സ്. എല്ലാവരും 20 ഇയേഴ്സ് ടു 25 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ആഘോഷിക്കും. ബൈജുവേട്ടൻ തന്നെ അതൊന്നും ആഘോഷിക്കാൻ. ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഒരു 75 ആകുമ്പോൾ ആഘോഷിക്കാന്ന് വിചാരിച്ചു. തമാശയാണോ? ഇല്ലല്ല, അന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യം. 75 ആകുമ്പോൾ എത്രയായി? 85, 87 വയസ്സിൽ എനിക്കാവുള്ളൂ. അത്രേ ഉള്ളൂ. 87 ആയി. ആഘോഷം കഴിഞ്ഞാൽ ഉടനെ ഞാൻ മരിക്കും. 87. നല്ല വർത്താനം എല്ലാം പറയാനാ. 87 മരിച്ചൂടെ മനുഷ്യന്? അത് ശരി. ശരിക്കും ബൈജുവേട്ടനെ അന്ന് നമ്മുടെ രണ്ടുപേരുടെയും ഗുരു ഒരാളാണ്, മേനോനാങ്കിളാണ്. ശരിക്കും ബൈജുവേട്ടനെ എങ്ങനെ കോളേജിലോ സ്കൂളിലോ എവിടെ വെച്ചാ കാണുന്നത്? 12 വയസ്സ് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് മണിയമ്പിള്ള. പിന്നെ ബൈജുവേട്ടനെ മാത്രം ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചേ? അതങ്ങനെയല്ല, സ്കൂളിൽ നിന്ന് കുറേ പേര് പോയതാണ്, ഒരു 10-15 പിള്ളേർ പോയതാണ്. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ ചൂസ് ചെയ്തെടുത്താണ് അതിൽ നിന്ന് ഒരാളിനെ. ബൈജുവേട്ടനെ എങ്ങനെ ചൂസ് ചെയ്ത്? അപ്പൊ ചോദിച്ചപ്പോ എന്നാ പറഞ്ഞു? അഭിനയിക്കാൻ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അന്ന് അഭിനയത്തിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. സിനിമ വരണമെന്നുള്ളതൊക്കെ ഒന്നുമില്ല. സിനിമയെ പറ്റി നമുക്ക് ആ ഒരു ഫാന്റസി വേൾഡ്. അന്ന് ഭയങ്കരമായിട്ട് സിനിമ കാണും. അന്ന് ജയൻ സാറിന്റെ സിനിമകളൊക്കെ ഉള്ള സമയമല്ലേ? ജയൻ ഫാൻ ആയിരുന്നു. പുള്ളിയുടെ പടമൊക്കെ വെട്ടി ഞാൻ ഇങ്ങനെ എൻ്റെ അലമാരയിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പഴയ പത്രത്തിൽ വരുന്ന കട്ടിങ്സ് ഒക്കെ ഇല്ലേ? അപ്പൊ ജയൻ ഫാൻ ആയിരുന്നു. അതുകൊണ്ട് ആ ക്രേസിൽ അങ്കിള് വിളിച്ചപ്പോ പോയി. അപ്പൊ ഞാൻ അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ. ഫുൾ ലെങ്ത് റോളായിരുന്നു അതിനകത്ത്, ഒരു സ്കൂളിലെ പ്യൂണായിട്ട്. ഓക്കെ. അപ്പൊ മേനോനാങ്കിൾ അഭിനയിക്കാൻ പറഞ്ഞപ്പോ പേടിയൊന്നും ഇല്ലായിരുന്നു? അഭിനയത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുമ്പോഴാണ് നമുക്ക് പേടി വന്നത്. ഇപ്പൊ പേടിയുണ്ടോ? ഇപ്പൊ ചെറുതായിട്ട്. പക്ഷെ എന്നായാലും ഒരു കാര്യം പറയാം, ലൂസിഫറിനകത്തെ റോൾ വാസ് സൂപ്പർ. ഉള്ള കാര്യം പറയാം. ബൈജുവേട്ടൻ സ്കോർ ചെയ്തു. അത് ഞാൻ മെനിഞ്ഞാന്ന് മുരളി ഗോപിയായിട്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ പുള്ളിയുടെ 3 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ഒന്ന് ഈ അടുത്ത കാലത്ത്, പിന്നെ ഒന്ന് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, പിന്നെ ലൂസിഫർ. 3-നകത്തും എനിക്ക് ഭയങ്കര പേര് കിട്ടിയ പടങ്ങളാണ് 3. റിയലി അതിനകത്ത് ശരിക്കും ബൈജുവേട്ടൻ ഒരു സൈലന്റ് ആണ്. പക്ഷെ മുരളി പറഞ്ഞ വേറെ ആയിരുന്നു, ചേട്ടാ ഞാൻ ഏത് സിനിമ എഴുതുമ്പോഴും ഏത് സിനിമ എഴുതുമ്പോഴും അറിയാതെ ബൈജുവേട്ടൻ ഒരു റോൾ അതിനകത്ത് താനെ ഉണ്ടാവുന്ന പറഞ്ഞത് എനിക്കും ഇന്ദ്രജിത്തിനും. പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റില്ല, സൈലന്റ് ബട്ട് ലാസ്റ്റ് കൊണ്ട് ഭയങ്കര സ്കോറിങ് ഡയലോഗ് തന്നെ ഭയങ്കര എതിർ കക്ഷികളല്ലേ, അപ്പം
ഒരിക്കലും ഇപ്പറേ ചാടിയേച്ച് നിൽക്കും തോന്നും. മാത്രമല്ല ഇപ്പൊ ട്രിവാൻഡ്രത്തൊക്കെ ആണെങ്കിലും ഭയങ്കര ട്വിസ്റ്റ് ആയിരുന്നു പടത്തിന്റെ. യെസ്, ഭയങ്കരമായിട്ട്. ഇനി സാറിന്റെ പടത്തിന്റെ വിശേഷങ്ങൾ പറയൂ. എല്ലാ പടവും ജയറാമേട്ടനെ വെച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തോണ്ടിരിക്കുക. ജയറാമേട്ടന് ഒരു ലക്കി ആയിട്ടുള്ളതാണോ? അല്ല, ജയറാമൻ നമ്മൾ ഇനി ഒരു റെസ്റ്റ് കൊടുക്കുക, എന്നെ വെച്ച് ചെയ്യാൻ പോയി. തീർച്ചയായിട്ടും സാർ പറയണം. അല്ല, അതങ്ങനെ സംഭവിച്ചോണോ. ഒരു സിനിമ ജയറാമേട്ടൻ്റെ കൂടെ ചെയ്യുമ്പോൾ ജയറാമേട്ടനാണല്ലോ നമ്മുടെ അടുത്തുള്ളത്. അങ്ങനെ പല ചർച്ചകൾ വരുന്ന കൂട്ടത്തിൽ അടുത്തൊരു സബ്ജക്റ്റ് വരുന്നു, അടുത്ത സിനിമ അങ്ങനെ പ്ലാൻ ചെയ്ത് ജയറാമേട്ടനെ വെച്ച് മാത്രമേ പടം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ല, അറിയാതെ സിനിമ സംഭവിക്കുന്നു. ഇപ്പൊ പട്ടാഭിരാമൻ എന്ന് പറയുന്ന ഫിലിമില് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ ജയറാമേട്ടനെ മനസ്സിൽ കണ്ടുകൊണ്ടാണോ ചെയ്യുന്നത്? പട്ടാഭിരാമൻ എന്ന് പറയുന്നത് അത് ഫുഡ് ബേസ് ചെയ്തിട്ടുള്ളൊരു കഥയാണ്. ഫുൾ ഫുഡാണ് അതിൻ്റെ ഫ്ലേവർ. എനിക്ക് തോന്നുന്നു എല്ലാ സീനിലും നമ്മൾ ഫുഡ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ജയറാമേട്ടൻ്റെ ക്യാരക്ടർ തന്നെ ഒരു നല്ല കുക്കാണ്. കൊച്ചി രാജാവിൻ്റെ കയ്യിൽ നിന്ന് പട്ടുമുളയും വാങ്ങിച്ച തത്തമംഗലം നാരായണസ്വാമി എന്ന് പറഞ്ഞ അയാളുടെ ഇളയ തലമുറയിൽപ്പെട്ട ആളാണ്. അന്നം ദൈവമായിട്ട് കാണുന്ന ഒരാളാണ്. അതുപോലെ ബൈച്ചേട്ടൻ്റെ ക്യാരക്ടറും ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. ഫുഡ് കൊണ്ട് മാത്രം ഒരു ജീവിതം, വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത ആളാണ് ബൈച്ചേട്ടൻ്റെ ക്യാരക്ടർ. അതുപോലെ മിയയുടെ ക്യാരക്ടർ ഇതേപോലെ ഒരു കുക്കറി ഷോ ചെയ്യുന്ന ക്യാരക്ടറാണ്. അതേപോലെ ഇനിയൊരു നായിക ഷീലു അബ്രഹാം. ഷീലുവിൻ്റെ ക്യാരക്ടറും അത് തന്നെ, ഒരു ഹോട്ടൽ നടത്തുന്നതാണ്. നല്ല ആഹാരം ആൾക്കാർക്ക് കൊടുക്കണം, നാടൻ ഫുഡ് കൊടുക്കുന്ന ഹോട്ടൽ നടത്തുന്നതാണ്. പിന്നീട് ഇതേപോലെ തന്നെ കുക്കറി ഷോ നടത്തുന്നു. മിയയും ഇവരും തനു വിനു എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഷോ ചെയ്യുന്നതാണ്. അപ്പം മൊത്തം ഒരു ഫുഡ് ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഫുഡ് നമ്മൾ അതിനകത്ത് കൊതിപ്പിക്കുന്നുണ്ട്. ഭക്ഷണത്തിൽ ചേർക്കുന്ന മായത്തിനെതിരായിട്ടുള്ള ഒരു കഥയാണ്. ശരിക്കും ഒരു മെസ്സേജ് കൂടെ ഉണ്ട് അല്ലേ ഇതിനകത്ത്? ഒരു സോഷ്യൽ അവയർനെസ് ഉള്ള കൊടുക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അങ്ങനെ വന്നു പോകുന്നുണ്ട്. ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. ഇപ്പൊ മുക്കിന് മൂലെ ചായ തട്ടുകട പോയിട്ട് അങ്ങ് 5 സ്റ്റാർ വരെ എല്ലായിടത്തും ഉണ്ട്. എല്ലാ തരത്തിലും നല്ല ഫുഡും ഉണ്ട്, എല്ലാ ടൈപ്പുള്ള ഫുഡും ഉണ്ട്. അപ്പൊ ശരിക്കും ഇത് കണ്ടിട്ട് ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഇത് ഇങ്ങനെയൊന്നും അല്ല, നിങ്ങൾ ചുമ്മാ സിനിമയിൽ അത് ഏതെന്നിറങ്ങിയാലും എന്തെങ്കിലും ഒരു റിയാക്ഷൻ നമ്മുടെ എവിടുന്നേലും വരും. അതുകൊണ്ട് ചോദിച്ചതാ, അങ്ങനെ എന്തെങ്കിലും ഒരു റിയാക്ഷൻ? അല്ല, ഇത് തെറ്റായിട്ടുള്ളതോ ഇങ്ങനെ ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല, ഉള്ളത് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരുപാട് മീഡിയ പ്രവർത്തകരുമായിട്ട് ചർച്ച ചെയ്ത് മീഡിയയിൽ വന്ന ആയിരക്കണക്കിന് ന്യൂസുകളെടുത്ത് അതിൻ്റെ ഒരു 10% മാത്രമേ സിനിമയിൽ കാണിച്ചിട്ടുള്ളൂ. സിനിമയിൽ കാണിച്ചതിൻ്റെ 100 ഇരട്ടി പുറത്ത് നടക്കുന്നുണ്ട്. അത് കറക്റ്റ്. അതിൻ്റെ വിഷ്വൽ നമ്മൾ സിനിമയ്ക്ക് ശേഷം കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഉണ്ട് എന്നുള്ളൊരു ബൈജുവേട്ടൻ പറഞ്ഞൊരു സോഷ്യൽ അവയർനെസ് കൊടുത്തു മെസ്സേജ് ആയിട്ട്. അത് അങ്ങനെയല്ല, ഇതൊരു ഒരു സസ്പെൻസും ത്രില്ലും ഹ്യൂമറും ഒക്കെ ഉള്ളൊരു സിനിമയാണ്. അതിനകത്ത് ഇതൊരു കഥാപാത്രമായിട്ട് ഫുഡ് ബേസ് ചെയ്തിട്ടൊരു സ്റ്റോറി. ഇപ്പോൾ എല്ലാത്തിലും ഇപ്പം നമ്മളൊരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ നാക്കിൽ തൊട്ട് കൊടുക്കുന്ന തേനിൽ തൊട്ട് മായമാണല്ലോ. അത് തൊട്ട് ഒരു 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഭീകരമായൊരു അസുഖം വരുമ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അവന് ഇത്ര ഈ 5 വയസ്സിനുള്ളിൽ കഴിച്ച ആഹാരമാണ്. മദ്യപിക്കുന്നില്ല, പുകവലിക്കുന്നില്ല, ഒന്നുമില്ല. നമ്മുടെ റീജിയണൽ ക്യാൻസർ സെൻ്ററിനകത്ത് നമ്മളൊന്ന് കയറി ഇറങ്ങി, കുട്ടികളുടെ വാതിൽ കയറി ഇറങ്ങി പുറത്തു വന്നാൽ അതാണ് ഗവൺമെന്റിന് വേണ്ടിയിട്ട് അവർ ഈ സിനിമ കണ്ടാൽ, എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ 1 ലക്ഷം ആൾക്കാർ ഈ സിനിമ കണ്ടാൽ അതിലൊരു 5 പേരെങ്കിലും ഒരു ദിനചര്യയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായാൽ അത്രയും നല്ലത്. അതെ, നമുക്ക് ആരെങ്കിലും ഒരാളെ നന്നാക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ ഈ സിനിമ കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. അതെ, കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ അവർക്കൊന്ന് പ്രവർത്തിക്കണം തോന്നുന്നു. അല്ല, ഇപ്പൊ കുറച്ച് ആക്റ്റീവ് ആയിട്ടുണ്ട്. അല്ല, ഇപ്പൊ ശരിക്കും നല്ലോണം എല്ലായിടത്തും എല്ലാ ചെക്കിങ്ങും നടക്കുന്നുണ്ട്, എല്ലാവരും നല്ലതായിട്ട് നോക്കുന്നുണ്ടല്ലോ. കാര്യം വെരി സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് മാത്രമല്ല, ഇത് മനസ്സിലാക്കാത്ത കുറേ ജനങ്ങൾ ഉണ്ടാവും. അതെ, ഫുഡിലെ നല്ലതും പറയുന്നുണ്ട് നമ്മൾ സിനിമയിൽ. നല്ല ഫുഡ് കൊടുക്കുന്ന ആൾക്കാരെ പറ്റിയും അതിന്റെ നന്മയെ പറ്റിയിട്ടും എല്ലാം പറയുന്നുണ്ട്. രണ്ടും പറയുന്നുണ്ട്. നിയമം കൊണ്ടുവരണം, അതാണ് ശരിക്കും ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഇതിപ്പോൾ സാറിന് റൈഡ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഹോട്ടൽ ഒരാഴ്ചത്തേക്ക് പൂട്ടിയിടും. അത് കഴിയുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ മിനിക്ക് ചെയ്തിട്ട് വീണ്ടും റീഓപ്പൺ ചെയ്യും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ ക്ലീൻ ചെയ്ത് പിന്നെ റീഓപ്പൺ ആവും. നിയമം കൊണ്ടുവന്നാൽ എല്ലാവരും അത് പാലിക്കും. നമുക്ക് നല്ല ആഹാരം കഴിക്കാൻ പറ്റും, വൃത്തിയുള്ള ആഹാരം കഴിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. ആരോഗ്യമല്ലേ നമുക്ക് ഏറ്റവും അത്യാവശ്യം. നമ്മൾ അധ്വാനിക്കുന്ന കാശ് കൊണ്ട് വിഷം വാങ്ങിക്കാൻ ഒരുമാതിരി എല്ലാ ആൾക്കാരും ഈ പറഞ്ഞ പോലെ എന്താണ് ഹോട്ടൽസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. വീട്ടിൽ വൈപ്പും കൂടിയൊക്കെ വളരെ കുറഞ്ഞു. ഇപ്പോൾ എന്നെ ഇങ്ങനെ നോക്കി പറയണ്ട, ഞാനുണ്ട്, എനിക്ക് വീട്ടിൽ വെപ്പും കൂടിയൊക്കെ ഉണ്ട്. അതിപ്പം തന്നെ ഹോട്ടൽ തുടങ്ങിയല്ലോ, അവിടെ അങ്ങോട്ട് എടുത്താൽ പോരെ ഫുഡ്. അങ്ങനെയൊന്നുമില്ല, വീട്ടിലെല്ലാം വെക്കണ്ടതൊക്കെ വെക്കും. അത് വേറെ ഇത് വേറെ, വീട്ടിൽ വേറെ കാര്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും വീട്ടിൽ വെച്ച് കഴിക്കുന്നതാണ് ഒരു ടേസ്റ്റ് അല്ലേ?
അത് നടക്കുകയല്ല നമുക്ക് ഈ ഒരു കൊണ്ടുവരാൻ. നമ്മളെല്ലാം അങ്ങനെ ആയിരുന്നല്ലോ, എല്ലാം വാങ്ങിച്ച് പൊടിപ്പിച്ചു, മുളക് വാങ്ങിച്ച് പൊടിപ്പിച്ചു, മല്ലി വാങ്ങിച്ച് പൊടിപ്പിച്ചു. ആ ഒരു ടേസ്റ്റ് എൻ്റെ വീട്ടിലിപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ ഒരു ടേസ്റ്റ് നമുക്ക് പുറത്തുനിന്ന്. പക്ഷെ ഇപ്പോൾ ഉള്ള നേര് പറയട്ടെ, നമ്മൾ എന്നതേലും ഒന്ന് പൊടിപ്പിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് തന്നെ തിരിച്ചു കിട്ടുകയല്ല, വേറെ എന്നതേലും പൊടിച്ചു തരുന്നത്. അപ്പൊ പിന്നെ നമ്മൾ എന്നാ ചെയ്യും? പച്ചക്കറിയിലൊക്കെ വിഷമെന്നല്ലേ പറയുന്നത്? ഭീകരം എല്ലാത്തിലും. ശരിക്കും ഞാൻ പറഞ്ഞല്ലേ, ഞാനൊരു സെന്റൻസ് കേട്ടു, അതായത് നമ്മുടെ ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞത്, അദ്ദേഹം അവിടെ വർക്ക് ചെയ്തുകൊണ്ട് എങ്ങനെ ആ പെസ്റ്റിസൈഡ്സിനെ കളയാം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ ഈ സ്കിന്ന് കളയുന്നത് പോയിട്ട് ബാക്കി എല്ലാം സോപ്പ് വെള്ളത്തിൽ കഴുകി കളയണം എന്നാണ് പറയുന്നത്, 3-4 വെള്ളം. എന്നാൽ അതിൻ്റെ 80% to 90% പെസ്റ്റിസൈഡ്സ് പോകും എന്നാ പറയാ. പിന്നെ ബോയിൽ ചെയ്ത് ആവി കൂടെ ബാക്കി പോകും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഈ കരിക്കില്ലേ, അതിൽ വരെ എന്തോ ഇഞ്ചക്ട് ചെയ്യുന്ന പറയുന്നത്. തെങ്ങില് ആ സ്ഥിതിയായി. കരിക്കിലുമല്ല, തെങ്ങില്. ഇത് പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് തെങ്ങിൽ എന്തോ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. അയ്യോ, അപ്പൊ ഒന്നും തിന്നാൻ മേലാത്തൊരവസ്ഥ. വെള്ളമാവും. അതാണ് വെള്ളം ഉണ്ടാവാൻ വേണ്ടി ചെയ്യുന്ന ഒരു മരുന്നാ അല്ലേ? അതുപോലെ പുറത്തുനിന്ന് വരുന്ന കോഴി എല്ലാം അത് തന്നെ. മൊത്തം എൻഡോസൾഫാൻ വരെ ഉണ്ട്. അതപ്പോ ബൈജുവേട്ടൻ പറഞ്ഞാണ് ഏറ്റവും നല്ലത്. വീട്ടില് ഉള്ളത് ഒരു കഞ്ഞിയും പയറും വന്നേലും ഇപ്പൊ കഞ്ഞിയും പയറും കുടിക്കാൻ പറ്റുമോ? അത് പറ്റിയല്ല, പക്ഷെ എന്നാൽ ആരോഗ്യം. വേറെ കാര്യം, ഈ നമ്മൾ ഈ പച്ചക്കറി എന്ന് പറയുന്നത്, ഈ നമുക്ക് വീട്ടിൽ പച്ചക്കറി ഒന്നും ഉണ്ടാക്കാനുള്ള സാഹചര്യം ഇല്ല, പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റുള്ളൂ. കറക്റ്റ്. അത് ഇപ്പം ഈച്ച ഇരിക്കുന്ന പച്ചക്കറി നോക്കി വേണം മേടിക്കാൻ, അതിനകത്ത് പെസ്റ്റിസൈഡ് ഇല്ല എന്ന് വിചാരിക്കും. പെട്ടെന്ന് അഴുകുന്ന പച്ചക്കറി നോക്കി വേണം വാങ്ങിക്കാൻ. സത്യം, അത് പ്യുവറാണ്. അഴുകാത്തത് എത്രയോ ദിവസം ഇരിക്കുവേ, അതിനകത്ത് പെസ്റ്റിസൈഡ് ഉണ്ടെന്ന് ഉറപ്പാ. ആപ്പിള് ചീത്താവുകയല്ല നമ്മള് വീട്ടിൽ മേടിച്ചു വെച്ചാൽ. ഫ്ലാറ്റില് 2 മാസം കഴിഞ്ഞ് ചെന്ന് നോക്കി അതേപോലെ തന്നെ ഇരിപ്പുണ്ടല്ലേ? ഒരു കുഴപ്പമില്ല, അതേപോലെ തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ അതിനകത്ത് ഉറപ്പായിട്ടും വാക്സിൻ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മളിത് എവിടം വരെ പ്രതികരിക്കാനാ? ഒന്നും നടക്കുകയല്ല. പ്രതികരിച്ചാൽ നമ്മൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട്, നമ്മൾ പ്രതികരിച്ച് നോക്കിയാൽ എല്ലാം നടക്കും. നടക്കട്ടെ, അതാണ് ഇപ്പൊ ആവശ്യം. ഓക്കെ, ബൈജുവേട്ടൻ ബേസിക്കലി ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാന്ന് കേട്ടിട്ടുണ്ട്. ആന്നോ? ആന്നോ? ഞാൻ ശരിക്കും പാവാണ്. അത് അസൂയുള്ളവർ പറഞ്ഞു. ആൾക്കാർക്ക് അറിയില്ല, പുറത്തുനിന്ന് നോക്കുന്നവർക്കാണ് ഭീകരനായിട്ട് തോന്നും. എന്നോട് എന്താ പറയാ, ഞാൻ ഇങ്ങനെ വന്ന് പറയുമ്പോഴത്തേക്ക് അരിശം അങ്ങ് പെട്ടെന്നാ വരുന്നേന്നൊക്കെ പറയാം. ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാലേ ചെറുതായിട്ട് പ്രതികരിക്കും, ഒച്ച കുറച്ച് ഇങ്ങനെ പറയും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് കേട്ടോ. അത്രേ വരത്തുള്ളൂ അല്ലേ? അതിലെല്ലാം ഉണ്ട്. ഇതിനെയാണ് ഈ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് അല്ലേ? എന്നോട് എല്ലാരും വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിതുവരെ ബൈജുവേട്ടനെ അങ്ങനെ കണ്ടിട്ടില്ല, ഈ ഷോർട്ട് ടെമ്പേർഡായിട്ടൊന്നും കണ്ടിട്ടില്ല. പിന്നെ എന്നേലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഏത് മനുഷ്യനാ റിയാക്ട് ചെയ്താത്ത, അതുകൊണ്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടാവും. ഞാൻ തിരുത്തി, തെറ്റൊന്നുമില്ലല്ലോ. നന്നായി പറഞ്ഞത്. അത്രേ ഉള്ളൂ. നിങ്ങളെ പോലെ ഒരു 5-6 പേര് പറയുമ്പോഴാണ് നമ്മുടെ ശക്തി വർദ്ധിക്കുന്നത്. പ്രതികരിക്കുന്ന യുവത്വം. അത് എന്തറിയോ, ഉള്ളതുപോലെ നമുക്ക് ഇല്ലാത്ത കാര്യം പറയണ്ടല്ലോ, കേൾക്കാത്ത കാര്യം കാണാത്ത കാര്യം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഉള്ളത് ഞങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടെങ്കിൽ ഓക്കെ, അത്ര തന്നെ. ഇല്ല എന്ന് ഞങ്ങൾ തർക്കിച്ചു. സമ്മതിച്ചേ, പ്രേക്ഷകർ മുഴുവൻ കാണുവാന്നേ. ഇനി എവിടെയെങ്കിലും ഒച്ച വെക്കുന്ന ആരെങ്കിലും കണ്ട സംഭവമേ ഇല്ല, ഒച്ച വയ്ക്കാതെയാണ് പറയുന്നത്. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? അതൊക്കെ പറയും. വേറൊരാൾ കേൾക്കാത്ത രീതിയിൽ അയാൾ മാത്രം കേട്ടാ പോരെ, മറ്റുള്ളവരെ കേൾപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഷോ ഓഫ് ഒന്നുമില്ല. ഒന്നുമില്ല. അപ്പൊ ഈ പറയുന്നൊക്കെ വെറും നുണയാ. പഴയ കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പൊ പഴയതുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് മെച്ചുറായില്ലേ, പ്രായമൊക്കെ ആയില്ലേ? എവിടെ പ്രായമായി? ബൈജുവേട്ടൻ സ്റ്റിൽ എവർഗ്രീൻ ആണെന്ന് എല്ലാരും പറയുന്നത്. അങ്ങനെ ഇരിക്കട്ടെ അല്ലേ? വിശേഷമൊക്കെ കേൾക്കട്ടെ, പട്ടാഭിരാമന്റെ വിശേഷമൊക്കെ കേൾക്കട്ടെ. മ്യൂസിക് എം ജയചന്ദ്രനാണ്, കൈതപ്പുറം സാറാണ് എഴുതിയിരിക്കുന്നത്. എം ജെയും കൈതപ്പുറം സാറും തമ്മിലൊരു 10 വർഷത്തിന് ശേഷം ഒരുമിച്ചിരിക്കുന്നതാണ്. അല്ല, ഒരു പാട്ട് ഭയങ്കര ഹിറ്റായിട്ടുണ്ട്, ഉണ്ണി ഗണപതി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. ഓക്കെ സർ, ശരിക്കും ജയറാമേട്ടനെ നമ്മുടെ നായകനാക്കി എടുക്കുമ്പോൾ പണ്ട് രാജസേനൻ സാറായിരുന്നു അങ്ങനെ ജയറാമേട്ടനെ സ്ഥിരം നായകനാക്കി ഫിലിം എടുത്തോണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു സാറാന്ന് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ജയറാമേട്ടനെ ഇപ്പം ഏറ്റെടുത്തിരിക്കുന്നത്. അത് നല്ലൊരു സാറുമായിട്ടുള്ള ഒരു വേവ് ലെങ്ത്തിന്റെ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങനെ ഒരു കെമിസ്ട്രി ഉണ്ട്, പെട്ടെന്ന് കാര്യങ്ങൾ സംസാരിക്കാനും. പിന്നെ ജയറാമേട്ടന് ഭയങ്കര ടെക്നിക്കലി നോളജുള്ള ആളാണല്ലോ. ഭയങ്കര മലയാളത്തിലെ ഭയങ്കര ലെജൻഡറി ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ, പത്മരാജൻ, ഭരതൻ മുതൽ മലയാളത്തിലെ എല്ലാ ലെജൻഡ് ഡയറക്ടേഴ്സിൻ്റെ കൂടെയും വർക്ക് ചെയ്ത ഒരാളാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരാളോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. ഓക്കെ സർ, ശരിക്കും മിനി സ്ക്രീനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അറ്റ് ദ സെയിം ടൈം യു വർക്ക് ഇൻ ദ ബിഗ് സ്ക്രീൻ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് സാറിന് അങ്ങനെ വലുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ, അതോ ഏതിൽ വർക്ക് ചെയ്യുമ്പോൾ വിച്ച് യു ഫീൽ മോർ കംഫർട്ട്? അല്ല, സിനിമയാണ് മറ്റേത്, രണ്ട് എക്സ്ട്രീം, രണ്ട് ഫീൽഡാണ്. സിനിമ എന്ന് പറയുന്ന ഒരു കാശ് കൊടുക്കാണ്ട് വീട്ടിൽ ഇരുന്ന് കാണുന്നു, ഇത് കാശ് കൊടുത്ത് തിയേറ്ററിൽ പോയി കാണുന്നു. അല്ല, വിഷ്വൽ അല്ലല്ലോ. സിനിമ എന്ന് പറയുന്നത് വിഷ്വലാണ്, മൊത്തം വിഷ്വലിയാണ്. നമ്മളിപ്പോൾ ഈ പട്ടാഭിരാമനിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ ഫുഡിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൽ വിഷമുണ്ട് ഇതിലോട്ട് നമ്മൾ എത്ര പറഞ്ഞാലും വായിച്ചാലും മനസ്സിലാവില്ല. ഇത് വിഷ്വലി നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടാവും.
ടെലിവിഷൻ എന്ന് പറയുന്നത് കൂടുതലും ഡയലോഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പം സർ മിനി സ്ക്രീനിൽ ചെയ്യുമ്പോഴും ഇതേപോലെ എന്തെങ്കിലും മെസ്സേജസ് കൊടുക്കാൻ സർ ശ്രമിക്കുന്നുണ്ട്? അല്ല, ഞാൻ ഈ മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സിനിമ ചെയ്യുന്നതെന്ന് വിശ്വസിക്കാത്ത ഒരാളാണ്. സിനിമയ്ക്ക് മെസ്സേജ് എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്, അതിനൊരു മാറ്റർ പറയാൻ വേണ്ടിയ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. ഇത് ഈ ഇങ്ങനൊരു സബ്ജക്റ്റ് പറയണമെന്ന് വിചാരിച്ചാണ്, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇത് പറയണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ വിക്ടിം ഞാൻ സഹിതമുള്ള ആൾക്കാർ അത് അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്, റീനൽ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. 12 വർഷമായി. കിഡ്നി മാറ്റി വെച്ചിട്ടുണ്ട് 26ാമത്തെ വയസ്സിൽ. അപ്പോൾ ഞാൻ മദ്യപിച്ചിട്ടില്ല, പുകവലിക്കത്തില്ല, ഒരു ഇതുമില്ല. പക്ഷെ നമ്മൾ 15ാമത്തെ വയസ്സ് മുതൽ സിനിമയിൽ വർക്ക് ചെയ്യുന്നതാണ്. കംപ്ലീറ്റ് ഫുഡ് പുറത്തുനിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ എനിക്കെങ്ങനെ ഇത് വന്നു, എനിക്കൊരു വിശ്വാസമില്ല. എനിക്ക് BP വരുന്നു, ഭയങ്കരമായിട്ട് BP വരുന്നു. ഞാൻ വളരെ സ്കെൽറ്റായിരുന്നു, എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇത് നമ്മൾ പല ഡോക്ടർമാരുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ അസുഖം വന്നതിൻ്റെ ഒരു ഇത് കിട്ടിയല്ലോ. അപ്പോൾ അന്ന് തൊട്ടേ എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു സാധനമാണ്. ഇത് വെളിയിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കുന്നത് 100% ഇത് ഫുഡിൽ നിന്ന് വരുന്നതാണ്. പിന്നെ പലർക്കും ഇത് നിങ്ങളുടെ ശരീരം ഇങ്ങനെ തന്നെ അത് ഉൽപ്പാദിപ്പിച്ചു. പക്ഷെ അതൊക്കെ എന്താണ് നമ്മൾ മൊത്തം ഈ 15 വയസ്സോളം നമ്മളൊരു ഹിസ്റ്ററി എടുത്തു വെച്ച് പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അസുഖം വന്നത് നമുക്ക് മനസ്സിലായി. അതേപോലെ എൻ്റെ തന്നെ ഒരു 5 വയസ്സുള്ള എൻ്റെ ഫാമിലിയിലുള്ള കുട്ടി ക്യാൻസർ വന്ന് മരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള, ഭയങ്കര സ്മാർട്ടായിട്ടുള്ളൊരു കൊച്ചാണ്. പ്രതീക്ഷിക്കാതെ അവൻ അസുഖം മാറിയെന്ന് വിചാരിച്ച് ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പിറ്റേ ദിവസം വിളിക്കുന്നു മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു കഥയായിട്ടൊന്നും പറഞ്ഞ ആൾക്കാർ അത് തിയേറ്ററിൽ കയറത്തില്ല, കാണത്തില്ല. പക്ഷേ ഒരു നല്ല സസ്പെൻസ് ത്രില്ലർ ഹ്യൂമറിൽ പറയുന്നൊരു കഥ കിട്ടിയപ്പോൾ അതിനകത്തേക്ക് കൃത്യമായിട്ട് ഈ മാറ്ററും കൂടെ കണക്ട് ചെയ്തതാണ്. ഇത് ഭയങ്കര സീരിയസ് ആണ്, പക്ഷേ ഭയങ്കര ഹ്യൂമറിലാണ് പറയുന്നത്. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര തമാശയായിട്ടാണ് പറയുന്നത്. ബൈച്ചറിൻ്റെ ക്യാരക്ടറൊക്കെ ഭയങ്കര തമാശയിലാണ് പല കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ വരുമ്പോൾ അതെന്താണെന്ന് നമ്മൾ എന്താണെന്ന് പറയുന്നുണ്ട്. എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഞാൻ ചെയ്ത് കൂട്ടിയതിൻ്റെ ഫലം ഞാൻ അവസാനം അനുഭവിക്കുകയാണ്. ബൈച്ചേട്ടൻ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമുള്ള ക്യാരക്ടർ. ബൈച്ചേട്ടൻ്റെ ഒരു 3 റേഞ്ച് കാണിക്കുന്നുണ്ട് കഥയിൽ. ഭയങ്കര അടിച്ചു പൊളിച്ചുള്ളതും കുറച്ച് നെഗറ്റീവ് ടച്ചുള്ളതും കഴിഞ്ഞിട്ട് വേറൊരു അവസ്ഥ കൂടി കാണിക്കുന്നുണ്ട്. അത് ഓഡിയൻസ് എടുക്കും തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം. അത് ബൈച്ചേട്ടന് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അല്ല ജയറാമേട്ടൻ ഇന്നലെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഇത് എൻ്റെ സിനിമയല്ല ബൈജുവിൻ്റെ സിനിമയാണ്. ഇപ്പോൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞു ഈ സിനിമ അതായത് ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾ പറയും ജയറാമൻ്റെ പടത്തിൽ ബൈജു ആണ് സ്കോർ ചെയ്തിരിക്കുന്നത്. അത് ആ കഥാപാത്രത്തിൻ്റെ വലിപ്പം മാത്രമല്ല, ബൈജുവിൻ്റെ ഒരു പെർഫോമൻസ് കൊണ്ടാണ്. ബൈജുവിന് ആ ക്യാരക്ടറിനോട് കാണിച്ച ഒരു അർപ്പണബോധം കൊണ്ടാണെന്ന് ഇന്നലെ ഒരു ചാനലിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ ജയറാമേട്ടൻ പറഞ്ഞു. അത് ഈ സിനിമയിൽ കാണുന്ന ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യുന്ന ഒരു എലമെൻ്റ് തന്നെ ആയിരിക്കും.